നമസ്കാരം. ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിലൊരു അതിഥിയുണ്ട്, രാമേട്ടൻ. പുള്ളി ന്യൂസിലൻഡിലാണ്, ഇപ്പോൾ സെറ്റിൽഡാണ്. നമ്മുടെ നാട്ടിൽ ചെന്നൈക്കാരനാണ്. അപ്പം പുള്ളി ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മൂപ്പരൊരു ആഗ്രഹമാണ് നമ്മുടെ ഫാമിലി ഒത്തിരുന്ന് ഒന്ന് വായിക്കണമെന്നുള്ളത്. അപ്പോൾ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇന്നിപ്പോൾ ചെമ്പടവട്ടത്തിലെ കുറച്ച് ഭാഗം പുള്ളിയുടെ സന്തോഷത്തിന് വേണ്ടി ഒന്ന് ചെയ്യുവാണ് കേട്ടോ. ഒരു സംഭവം നമ്മൾ വായിച്ച് തീർത്തു. അപ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഭയങ്കര സന്തോഷം മാസം കേട്ടலாம். ഇത്ര ദൂരം வந்து നിങ്ങൾ எல்லாரும் இருந்து நமக்கு கொட்டான சாதிக்கிட்ட ஆப்பர்ச்சுனிட்டி எல்லாருக்கும் டைம் மேட்டர்ஸ். இப்போ நீங்களோட எனக்கு நீங்கள் வெயிட் செய்து எல்லோரும் எனக்கு உண்டு. ஸோ ஆ டைம் நான் ப்ரெஷர்ஸை நான் வேல்யூ செய்யப்பேன். இப்போ எனக்கு வேண்டிய ஒரு ஆள் நீங்கள் எல்லாரும் இருந்து യു സാറ്റിസ്ഫൈഡ് മേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇല്ല, അത് നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളവരെ നമ്മൾ എന്തായാലും തൃപ്തിപ്പെടുത്തണമല്ലോ. യൂട്യൂബിൽ കുറേ വീഡിയോസ് നോക്കുന്നുണ്ട്, യൂട്യൂബിൽ കണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് കുറേ. പിന്നെ ആ കുറേ കണ്ട് നമുക്ക് ഓൾറെഡി കാര്യം അറിയാം. അപ്പോൾ നമ്മൾ കുറച്ച് പഠിച്ച് നോക്കുമ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചത് മലപ്പുറം സൈഡ് ഒരു സ്റ്റഡി. അപ്പോൾ അത് വായ്ത്തരി വേറെ. ഇപ്പം നമ്മൾ ട്രിവാൻഡ്രം മുകളിൽ വായ്ത്തരി വേറെ ഡിഫറെൻറ്റ്. നമുക്ക് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ്, പക്ഷേ ഇതിന് പോകുമ്പോൾ ഓക്കെ. പിന്നെ നമുക്ക് അങ്ങനെ പഠിച്ച് പഠിക്കുമ്പോൾ ഉള്ള എന്ത് ഫീലാണ്, നമുക്കൊരു സന്തോഷം കിട്ടും. പക്ഷേ നമുക്ക് കൊട്ടിയും മറ്റേ ആൾക്കാർ രസിക്കുമ്പോൾ നമുക്കൊരു വിൽ ഫീൽ എൻജോയ്മെൻറ്റ്. അപ്പം നമുക്കൊരു സന്തോഷം, കേൾക്കാനും സന്തോഷമുണ്ട്. ഇതൊരു പാഷൻ എല്ലാവരും കൊട്ടണം. ഇത് ചുമ്മാ പ്രാക്ടീസ് ഒന്നും വരത്തത്. എൻ്റെ വി നീഡ് പ്രാക്ടീസ്. എല്ലാവരും കറക്റ്റായി എടുത്ത് കൊട്ടണം. പ്രാക്ടീസ് ചെയ്താൽ സംഭവം കിട്ടും. കാണുന്നവർക്കെല്ലാം ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓൺലൈനിൽ കൂടി പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ ഉണ്ട്. എങ്ങനെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കലാരൂപം, നമ്മൾ സാധാരണ കൺവെൻഷണൽ രീതി എന്ന് പറഞ്ഞാൽ ഒരു ആശാനും ശിഷ്യരും എല്ലാവരും കൂടി ഒരു റൂമിലിരുന്ന് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തെറ്റുതിരുത്തിയൊക്കെ പോകുന്ന രീതിയാണ്. ഇപ്പോൾ ഓൺലൈനിൽ കൂടെ അത് എങ്ങനെ പറ്റും, അത് സാധ്യമാണോ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. അത് ഉറപ്പ് മനസ്സിലാക്കി. ഞാൻ ഓൾമോസ്റ്റ് 28-19 പഠിക്കുന്നുണ്ട്. ഓൺലൈൻ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇത്ര ദൂരം കുറേ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്, കുറേ പരിപാടി ചെയ്തിട്ടുണ്ട്. എല്ലാമേ ഓൺലൈൻ ലൈവായിട്ട് ഇപ്പോൾ ഫസ്റ്റ് ടൈം മാസ്റ്റർ ഇരുന്ന് കൊട്ടറീസ് ചെയ്ത് മാറും. മീതി എല്ലാം ഫുള്ളി ആക്ച്വലി ഓൺലൈൻ தான். ഓൺലൈൻ പഠിക്കാൻ നമുക്ക് സാധ്യത ഉണ്ട്. ഓൺലി തിങ് ഈ ഡെഡിക്കേഷൻ. എല്ലാവരും കറക്റ്റായി പ്രാക്ടീസ് ചെയ്യും. ഈവൻ വീട്ടിൽ 15 മിനിറ്റ് ദിവസം ചെയ്താൽ കഴിഞ്ഞാൽ ദേ കൻ ഇംപ്രൂവ്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ദാറ്റ് എവിടെ നമുക്ക് ഓൺലൈനിൽ നേരിട്ട് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഡെഡിക്കേഷൻ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ യാരും ചെയ്യാൻ പറ്റും. ഇതൊരു കുഴപ്പമൊന്നുമില്ല. അതെ, ഇത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നമ്മുടെ ഡെഡിക്കേഷനാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ എത്ര സമയം, ഇതൊരു സ്കില്ലാണ്. ആ സ്കില്ല് നമുക്ക് ഒന്ന് റെഡിയായിട്ട് വരാൻ വേണ്ടി എന്തായാലും കുറച്ച് സമയം എടുക്കും. അത് നമ്മൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന് പ്രാക്ടീസ് ചെയ്യും, അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടും. നമ്മളാരും ഈ കലാരൂപങ്ങളൊന്നും വയറ്റിൽ നിന്ന് പഠിച്ചുകൊണ്ട് വന്ന ആരുമില്ല. എല്ലാവരും അതിങ്ങനെ പതിയെ സ്കില്ലാണ് ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. നമ്മൾ ഫസ്റ്റ് ടൈം സൈക്കിൾ വിട്ടുന്ന സമയത്ത് അറിയാമല്ലോ, നമ്മളെ കൊണ്ട് അങ്ങനെ പെട്ടെന്ന് എടുത്ത് വെച്ച് അങ്ങ് ചവിട്ടി പോകാൻ പറ്റുന്നൊരു സാധനമല്ലല്ലോ. നമ്മളത് ദൈനംദിനം പ്രാക്ടീസ് കൊണ്ടാണ് സൈക്കിൾ ചവിട്ടുന്നതൊക്കെ സ്വായത്തമാക്കി എടുത്തത്. അതുപോലെ തന്നെയാണ് ഒരു കലാരൂപം നമ്മുടെ കയ്യിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഡെഡിക്കേഷൻ ആവശ്യമുണ്ട്. അത് ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും എല്ലാം
ആ ഡെഡിക്കേഷൻ ആവശ്യമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട് അത് ഓൺലൈനിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് അതിനുള്ള ഒരു പാഷൻ ഉണ്ടാവണമെന്ന് മാത്രം. അപ്പോൾ എന്തായാലും പിന്നെ വേറെ ഒരു കാര്യം മാസ്റ്റർ പറയും, ഇപ്പം മാസ്റ്റർ ഇവിടെ ദൂരത്ത് വരുന്നാൽ നമുക്ക് എനി ടൈം മാസ്റ്റർ അപ്രോച്ച് ചെയ്യാം, നമുക്ക് മെസ്സേജ് അയച്ചാലോ ഇല്ല ഡൗട്ട്സ് പെട്ടെന്ന് റെസ്പോൺസ് ചെയ്യും. സോ അത് ഒരു പ്രശ്നമില്ല. സോ എല്ലാവരുടെ റിസോഴ്സ് കിട്ടുന്നുണ്ട്. ഈവൻ മാസ്റ്റർ വീഡിയോ അയച്ചു തരുന്നുണ്ട്, നോട്ട്സ് അയച്ചു തരുന്നുണ്ട്, പിന്നെ നമുക്ക് ചോദിച്ച ടൈം ഡൗട്ട്സ് ക്ലാസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അയച്ച വീഡിയോ മാസ്റ്റർ കറക്റ്റ് ചെയ്ത് പിന്നെ ഇങ്ങനെ പറയും. സോ നമുക്ക് കുറേ ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്ക് റിമോട്ടിൽ വന്ന് ഒരു അങ്ങനെ ഒരു പ്രശ്നമില്ല, നമുക്ക് എനി ടൈം അവൈലബിൾ മാസ്റ്റർ. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഒരാൾ പഠിക്കണമെന്ന് മനസ്സിൽ തീരുമാനം എടുത്താൽ അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ സാഹചര്യവും ദയവായിട്ട് ഒരുക്കി തരും. നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചേട്ടാ ചെന്നൈയിൽ വന്നിട്ട് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നു, നമ്മളെ കാണാനും നമ്മളോടൊപ്പം ഇരുന്ന് വായിക്കാനും ഒക്കെ ചേട്ടന് സാധിച്ചു. അതിന് അതിനോട് ഭാഗ്യം എല്ലാവരും കൂടെ പറഞ്ഞു. ഇല്ല അത് ഒരു ചേട്ടാ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നമുക്കും അത് സന്തോഷം കൂടെ ഇരുന്ന് വായിക്കാൻ. എന്തായാലും താങ്ക് യു.